Hello friends, in this video we are going to discuss about the tax system in India and different types of tax in India. So let's continue our discussion. First of all, നമ്മൾ ടാക്സ് എന്താണെന്ന് അറിയണം. ടാക്സിനെ മോഡേൺ എക്കണോമിക്സ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഈസ് എ മെത്തേഡ് ഓഫ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ പറയാം എ സം ഓഫ് മണി ഡിമാൻഡഡ് ബൈ എ ഗവൺമെൻറ് ഫോർ ഇറ്റ് സപ്പോർട്ട് ഫോർ സ്പെസിഫിക് ഫെസിലിറ്റീസ് ഓർ സർവീസസ് ലെവീഡ് അപ്പോൺ ഇൻകം, പ്രോപ്പർട്ടി, സെയിൽസ് എക്സെട്ര. അപ്പോൾ എന്താണ് ടാക്സ് എന്ന് പറയുന്നത്? ഗവൺമെൻറ് നമ്മുടെ ജനങ്ങൾക്ക്, ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങൾക്ക് മേൽ ചുമത്തുന്ന എക്സ്ട്രാ ബർഡൻ ആണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാക്സിലൂടെ കളക്ട് ചെയ്യുന്ന മണി വെച്ചാണ് ഗവൺമെൻറ് അതിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്നത്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെൻറ് ഒരുപാട് എക്സ്പെൻഡിച്ചർ ഉണ്ട്. പെൻഷൻ കൊടുക്കണം, സാലറീസ് കൊടുക്കണം, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് എന്താണ്? ഈ ടാക്സ് വഴി കളക്ട് ചെയ്യുന്ന മണി വെച്ചാണ്. അപ്പോൾ ടാക്സ് ഒരുപാട് ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്. നമുക്കറിയാം ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, പിന്നെന്താണ് ഒക്ട്രോയി, കോർപ്പറേറ്റ് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് എന്താണ്? ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന മെത്തേഡാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ടാക്സേഷനാണ്. അപ്പോൾ ലോകത്ത് 3 തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് ടാക്സേഷൻ ഉണ്ട്. അതിലൊന്നാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഒക്കെ ഈ പ്രോഗ്രസീവ് ടാക്സേഷന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ദിസ് മെത്തേഡ് ഹാസ് ഇൻക്രീസിംഗ് റേറ്റ്സ് ഓഫ് ടാക്സ് ഫോർ ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് വോളിയം ഓൺ വിച്ച് ദ ടാക്സ് ഇസ് ബീയിങ് ഇമ്പോസ്ഡ്. അപ്പോൾ എന്ത് മേറ്ററിലാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, അതിൻ്റെ വോളിയം അല്ലെങ്കിൽ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടാക്സ് എമൗണ്ടും കൂടും. ഇപ്പോൾ ഇന്ത്യൻ ഇൻകം ടാക്സ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മുടെ ടാക്സ് പേ ചെയ്യുന്ന എമൗണ്ടും കൂടും. അപ്പോൾ കുറഞ്ഞ ഇൻകം ഉള്ളവർക്ക് കുറഞ്ഞ രീതിയിലുള്ള ടാക്സ് കൊടുത്താൽ മതി. കൂടിയ ഇൻകം ഉള്ളവർക്ക് കൂടിയ ടാക്സ് കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കൊരു 1 lakh സാലറി ഉള്ള ഒരാൾ 10% ടാക്സ് കൊടുക്കണമെന്ന് വെച്ചാൽ അയാൾ എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും? 10,000 രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും. അതേസമയം 2 lakh സാലറി ഉള്ള ആളും 10% ടാക്സ് കൊടുക്കണമെന്ന് വെച്ചാൽ അയാൾ എത്ര കൊടുക്കേണ്ടി വരും? 20,000 റുപ്പീസ് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറയുന്ന വേറൊരു മെത്തേഡുണ്ട്, റിഗ്രസീവ് ടാക്സേഷൻ. അപ്പോൾ റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? This is just opposite to the progressive method, having a decreasing rates of tax for increasing value or volume on which the tax is being imposed. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എന്ത് സാധനത്തിന്മേലാണോ നികുതി ചുമത്തുന്നത് അതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ടാക്സ് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. പ്രോഗ്രസീവിലാണെങ്കിൽ കൂടുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കുറയുന്നു. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മളൊരു കൈത്തറി ഉൽപ്പന്നത്തിൻ്റെ പ്രചരണാർത്ഥം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ടാക്സ് കുറയ്ക്കുന്നു. അപ്പോൾ എത്രമാത്രം സാധനങ്ങൾ വിറ്റ് പോകുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ടാക്സ് കുറയ്ക്കുന്നു. അപ്പോൾ ടാക്സ് കുറയുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ എന്ത് ചെയ്യും? വാങ്ങിക്കും. എങ്ങനെയാണ് ടാക്സ് കുറയുമ്പോൾ വാങ്ങിക്കുന്നത്? ടാക്സ് കുറയുമ്പോൾ വില കുറയുന്നു. ടാക്സ് കുറയുമ്പോൾ വില കുറയുന്നത് കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് റിഗ്രസീവ് ടാക്സേഷൻ നടപ്പിലാക്കാറുണ്ട്. റിഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുന്നതിനനുസരിച്ച്, വാല്യൂ കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കുറയുന്നു. ഇനി പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ കൂടിയ ഇൻകം ഉള്ളവർക്ക് കൂടിയ ടാക്സും കുറഞ്ഞ ഇൻകം ഉള്ളവർക്ക് കുറഞ്ഞ ടാക്സുമാണ് ഈ പ്രൊപ്പോർഷണൽ ടാക്സ്. ഇപ്പോൾ എനിക്ക് 2 lakh ഇൻകം ഉണ്ടെങ്കിൽ എനിക്ക് കൂടിയ ടാക്സ് കൊടുക്കേണ്ടി വരും. അതേസമയം ഒരു 20,000 റുപ്പീസ് ഇൻകം ഉള്ള ഒരാൾക്ക് വളരെ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. അതാണ് പറയുന്നത്? പ്രൊപ്പോർഷണൽ ടാക്സേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു 3 ടൈപ്പ് ടാക്സേഷനാണ് ഈ ലോകത്ത് ഉള്ള മേജർ എക്കോണമീസ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഇന്ത്യയൊക്കെ ഫോളോ ചെയ്യുന്നത് പ്രോഗ്രസീവ് ടാക്സേഷനാണ്. അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് ഫോളോ ചെയ്യുന്നത് പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാക്സ് വാസ് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഈജിപ്ത്. അപ്പോൾ ഈജിപ്തിലാണ് ടാക്സ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 265 ടാക്സിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 265 എന്തിനെ പറ്റി പറയുന്നത്? ടാക്സിനെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്യുന്നത് 1961-ലാണ്. 1961-ലാണ് ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ്, അല്ലെങ്കിൽ അത് നിലവിൽ വരുന്നതെന്നാണ് 1962 ഏപ്രിൽ 1-നാണ്. 1962 ഏപ്രിൽ 1-നാണ് അത് നിലവിൽ വരുന്നത്. ഫ്രണ്ട്സ്,
പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ടാക്സിനെ പറ്റി പറഞ്ഞ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. ഓക്കെ, മനുസ്മൃതിയാണ് ഇന്ത്യയിൽ ടാക്സിനെ പറ്റി ആദ്യമായി പറഞ്ഞ പുസ്തകം. എന്നാൽ ടാക്സിനെ പറ്റി ഒരു ഇലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നത് ആരാണ്? നമ്മുടെ ഈ അർത്ഥശാസ്ത്രം കൗടില്യൻ രചിച്ച, അല്ലെങ്കിൽ ഇന്ത്യൻ മാക്കിയവെല്ലി എന്നറിയപ്പെടുന്ന കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിലാണ് ടാക്സിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തരുന്നത്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടാക്സ് മെയിനായിട്ട് 2 തരത്തിലുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സ് ഈസ് ജനറലി എ ടാക്സ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ബൈ ദി പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. അപ്പോൾ ആരുടെ മേലാണോ നികുതി ചുമത്തുന്നത് അയാൾ ഡയറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം അതിന് ഞാൻ തന്നെ ടാക്സ് പേ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്യുകയാണ്. ഇൻകം ടാക്സ് ലെവീഡ് ഓൺ ആൻഡ് പെയ്ഡ് ബൈ ദി സെയിം പേഴ്സൺ. ഓക്കെ, സെയിം പേഴ്സൺ ആണ്, ഞാൻ തന്നെ. ഇപ്പോൾ എൻ്റെ മേലിലാണ് ചുമത്തുന്നത്, ഞാൻ തന്നെ അത് പേ ചെയ്താലേ പറ്റുള്ളൂ. എൻ്റെ ഇൻകത്തിനനുസരിച്ചായിരിക്കും എൻ്റെ മുകളിൽ ചുമത്തുന്ന ടാക്സും വരുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് പെയ്ഡ് ബൈ ദി കമ്പനീസ് ആൻഡ് കോർപ്പറേറ്റ്സ് ഓൺ ദെയർ പ്രോഫിറ്റ്സ്. ഓക്കെ, വലിയ കോർപ്പറേറ്റ് കമ്പനീസ് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സാണ് എന്തെന്ന് പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ്. പിന്നെ വെൽത്ത് ടാക്സ് ഉണ്ട്. ഓക്കെ, വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, ഒരുപാട് പേഴ്സണൽ ബിലോങ്ങിങ്സിന് ലെവീഡ് ഓൺ ദി വാല്യൂ ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് എ പേഴ്സൺ ഹോൾഡ്സ്. അപ്പോൾ നമ്മുടെ ഈ വസ്തുക്കരം, ലാൻഡ് ടാക്സ് ഒക്കെ എന്തിലാണ് വരുന്നത്, ഈ വെൽത്ത് ടാക്സിലാണ് വരുന്നത്. അല്ലെങ്കിൽ ഈ വീട്ടുകരം എന്നൊക്കെ പറയുന്നത് വെൽത്ത് ടാക്സിലാണ് വരുന്നത്. എസ്റ്റേറ്റ് ഡ്യൂട്ടി പെയ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഇൻ ദി കേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഈ വസ്തു കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾക്കുള്ള ഇതാണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ മേലാണ് ചുമത്തുന്നത്, ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. ഗിഫ്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതുപോലെയാണ്. ആരാണോ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് ആ ആൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, എസ്റ്റേറ്റ് ഡ്യൂട്ടി, ഗിഫ്റ്റ് ടാക്സ്, ഇതുപോലത്തെ കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്, ഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. എന്തിൽ വരുന്നതാണ്, ഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ആരുടെ മേലാണോ ചുമത്തുന്നത് ആ ആൾ നേരിട്ട് നികുതി അടയ്ക്കുന്ന രീതിയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, വെൽത്ത് ടാക്സ് ഉണ്ട്, എസ്റ്റേറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഗിഫ്റ്റ് ടാക്സ് ഉണ്ട്, അങ്ങനെ എക്സെട്ര ഒരുപാട് ടാക്സുകൾ എന്തിൽ വരുന്നു, ഡയറക്റ്റ് ടാക്സിൽ വരുന്നു. അതുപോലെ തന്നെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡഡ് ദോസ് ടാക്സസ് വെയർ ദി ലയബിലിറ്റി ടു പേ ദി ടാക്സ് ലൈസ് ഓൺ എ പേഴ്സൺ ഹൂ ദെൻ ഷിഫ്റ്റ് ദി ടാക്സ് ബർഡൻ ടു അനദർ ഇൻഡിവിജ്വൽ. ഇപ്പോൾ എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന ടാക്സിൻ്റെ ബർഡൻ ഞാൻ വേറൊരു ആളിൻ്റെ മേൽ ചുമത്തുന്നു. അപ്പോൾ അയാളാണ് ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ഞാൻ കളക്ട് ചെയ്യുന്നു, ഞാൻ ടാക്സ് അടയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, payable by the manufacturer who shift the tax burden to retailers and wholesalers. അതുപോലെ തന്നെ സെയിൽസ് ടാക്സ്. ഇപ്പോൾ നമ്മുടെ ഈ ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കുമ്പോൾ അതിൽ ഇൻക്ലൂസീവ് ഓഫ് ആൾ ടാക്സസ് കൊടുത്തിട്ടാണ് വില കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 200 രൂപയുടെ ഒരു പുസ്തകം നമ്മൾ മേടിച്ചെന്ന് വെച്ചു, അതിൻ്റെ പുറകിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇൻക്ലൂസീവ് ഓഫ് ആൾ ടാക്സസ്. അപ്പോൾ ഈ പേഴ്സൺ എല്ലാ ടാക്സസും കൊടുത്തു കഴിഞ്ഞു, അതുൾപ്പെടെയുള്ള വിലയാണ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അത് പോകുന്നത്, സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ടാക്സ് പേ ചെയ്യുകയാണ്. സെയിൽസ് ടാക്സ് പെയ്ഡ് ബൈ എ ഷോപ്പ് കീപ്പർ ഓർ റീറ്റെയിലർ ഹൂ ദെൻ ഷിഫ്റ്റ് ദി ടാക്സ് ബർഡൻ ടു കസ്റ്റമേഴ്സ് ബൈ ചാർജിങ് സെയിൽസ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഈ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നു, ആൾറെഡി ടാക്സ് കൊടുത്തു കഴിഞ്ഞു, പിന്നെ അതെന്ത് ചെയ്യുന്നു, അയാൾക്ക് ആ എമൗണ്ട് നഷ്ടം വരുന്നുണ്ടോ, ഇല്ല. നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടാക്സിൻ്റെ എമൗണ്ട് അയാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ടാക്സും കഴിഞ്ഞിട്ടുള്ള, ഇപ്പോൾ 20 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് നമ്മൾ മേടിച്ചു എന്ന് വെച്ചോ, അത് എല്ലാ ടാക്സും കഴിഞ്ഞിട്ടുള്ള രൂപയാണ് 20 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ടാക്സ് കൊടുക്കുകയാണ്. അതാണ് സെയിൽസ് ടാക്സ് വരുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത് എന്തിൽ വരുന്നതാണ്, ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്തിൽ വരുന്നതാണ്, ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് തിയേറ്റർ ഓണേഴ്സ് കൊടുക്കേണ്ട ടാക്സാണ്, അവർ നമ്മുടെ മേൽ അത് ചുമത്തുന്നു. ടിക്കറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്നതാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്നത് വാറ്റ് വരുന്നുണ്ട്, സെയിൽസ് ടാക്സ് വരുന്നുണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നുണ്ട്, സർവീസ് ടാക്സ് വരുന്നുണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വരുന്നുണ്ട്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഈ ചുമത്തുന്ന ആൾ നേരിട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം മറ്റൊരാളുടെ മേൽ ടാക്സ് ബർഡൻ അടിച്ച് ഏൽപ്പിക്കുന്നു. അതാണ് വാറ്റ് ഉണ്ട്. ഇൻഡയറക്റ്റ് ടാക്സസിന് എക്സാമ്പിൾ ഏതാണ്, വാറ്റ്, സെയിൽസ് ടാക്സ് ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, സർവീസ് ടാക്സ് ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ടാക്സസ് കളക്ട് ചെയ്യുന്ന ഇതിനെ പറ്റിയാണ്. അപ്പോൾ ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സും കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സ് കളക്റ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്രം നേരിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിലൊന്ന് ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, കോർപ്പറേറ്റ് ടാക്സ് എക്സെട്ര. അപ്പോൾ ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, കോർപ്പറേറ്റ് ടാക്സ് എന്നീ ടാക്സുകൾ ആരാണ് കളക്ട് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് എന്തിൽ നിന്നാണ്? കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ്. അപ്പോൾ ഈ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭം, അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അത് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ടാക്സ് ആർക്ക് കൊടുക്കേണ്ടി വരും? സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് റവന്യൂ കിട്ടുന്നത് എന്തിൽ നിന്നാണ്? കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, കോർപ്പറേറ്റ് ടാക്സ്, ഇതെല്ലാം ആര് കളക്ട് ചെയ്യുന്നതാണ്? സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ടാക്സ് കളക്റ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സെയിൽസ് ടാക്സ് ഉണ്ട്, വെഹിക്കിൾ ടാക്സ് ഉണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്. ഓക്കെ, സെയിൽസ് ടാക്സ്, വെഹിക്കിൾ ടാക്സ്, ലാൻഡ് ടാക്സ് എന്നിവയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടാക്സ് എന്ന് പറയുന്നത്. അതിൽ സെയിൽസ് ടാക്സ്, വിൽപ്പന നികുതിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ ആദായം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്തിൽ നിന്നാണ്? സെയിൽസ് ടാക്സിൽ നിന്നാണ്. സെയിൽസ് ടാക്സിൽ നിന്ന് ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ടാക്സ് കളക്റ്റഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഓക്കെ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ഏതൊക്കെയാണ്? ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഉണ്ട്. അപ്പോൾ ബിൽഡിംഗ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഇതെല്ലാം ആരാണ് കളക്ട് ചെയ്യുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ ഒക്ട്രോയ് എന്ന് പറയുന്നൊരു വേറൊരു ടൈപ്പ് നികുതിയുണ്ട്. ഒക്ട്രോയ് എന്ന് പറയുന്ന നികുതി. ഒക്ട്രോയ് ഈസ് എ ലോക്കൽ ടാക്സ് കളക്റ്റഡ് ഓൺ വേരിയസ് ആർട്ടിക്കിൾസ് ബോട്ട് ഇൻ ടു എ ഡിസ്ട്രിക്ട് ഫോർ കൺസംഷൻ. അപ്പോൾ ഒരു സ്ഥലത്ത് കൺസംഷനായി കൊണ്ടുവരുന്ന വേരിയസ് ഗുഡിൻ്റെ മേൽ ചുമത്തുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്നത്? ഒക്ട്രോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലം, റോഡ് എന്നിവയിലൂടെയുള്ള വാഹന ഗതാഗതത്തിനായി നൽകേണ്ടി വരുന്ന നികുതിയാണ് ടോൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോൾ നമുക്കറിയാം എന്താണ് ടോൾ. ഇപ്പോൾ അവർ ഈ പാലം പണിയാൻ ഉള്ള ക്യാപിറ്റൽ അതെന്ത് ചെയ്യുന്നു? ടാക്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു 120 കോടിയാണ് ഒരു പാലം പണിയാൻ എടുത്തത് എങ്കിൽ അതെന്ത് ചെയ്യുന്നു? ടാക്സ് വഴി ആ പാലം പണിയാൻ എടുത്ത 120 കോടി ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടോൾ വഴി ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ പറയുന്നത് വാറ്റിനെ പറ്റിയാണ്. ഓക്കെ, the value added tax is a method of tax collection as well as name of a state level tax in India. Okay, a tax collected at every stage of value addition. ഇപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഓരോ സ്റ്റേജിലും അതിനാവശ്യമായിട്ടുള്ള ടാക്സ് എന്ത് ചെയ്യുന്നു? ഇമ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പം റാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ്, അത് എന്ത് ചെയ്യുന്നു? റാ മെറ്റീരിയൽസ് ഒരു പ്രോഡക്റ്റായിട്ട് മാറുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ വാല്യൂ അഡീഷൻ അപ്പോൾ ഇപ്പം റാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ റാ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിന് തൊട്ടുള്ള ടാക്സ് ആഡ് ചെയ്ത് വരുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ടാക്സ് മെത്തേഡാണ്. അത് ഫ്രാൻസിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫ്രാൻസിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേസമയം ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഇൻട്രൊഡ്യൂസ് വാറ്റ് ഏതാണ്? സൗത്ത് കൊറിയയാണ്. ഓക്കെ, ഫസ്റ്റ് ഏഷ്യൻ കൺട്രി ടു ഇൻട്രൊഡ്യൂസ് വാറ്റ് സൗത്ത് കൊറിയയാണ്. എന്നാൽ ഫസ്റ്റ് കൺട്രി ടു ഇൻട്രൊഡ്യൂസ് വാറ്റ് ഏതാണ്? ഫ്രാൻസ് ഇൻ 1954. ഫ്രാൻസ് 1954. അതേസമയം ഇന്ത്യയിൽ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണെന്ന് വെച്ചാൽ 1 ഏപ്രിൽ 2005 ആണ്. 1 ഏപ്രിൽ 2005 ഇന്ത്യയിൽ നേഷൻ വൈഡായിട്ട് വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് ദാറ്റ് ടൈം അതിന് മുമ്പ് എന്ത് ചെയ്യുന്നു? ഹരിയാനയിൽ 2004 വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഹരിയാന വാറ്റ് ആക്ട് വഴി ഹരിയാനയിൽ എന്ത് ചെയ്യുന്നു? വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാറ്റ് നിലവിൽ വന്ന സംസ്ഥാനം ഹരിയാന ആണെങ്കിലും നേഷൻ വൈഡായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യാന്തര തലത്തിൽ എന്ത് ചെയ്യുന്നു? വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1 ഏപ്രിൽ 2005 ആണ്. ഓക്കെ, ഹരിയാന ഇസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് വാറ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ഒരു മോഡ് വാറ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. മോഡ് വാറ്റ്, മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1986. അതുപോലെ തന്നെ മോഡ് വാറ്റ് വാസ് റീസ്ട്രക്ചേർഡ് ഇൻ ടു സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് ഓൺ 1 ഏപ്രിൽ 2000. അപ്പോൾ ഇതൊക്കെ വേരിയസ് ആയിട്ടുള്ള ടാക്സ് റിഫോംസ് ആയിരുന്നു ഇന്ത്യയിൽ നടന്നിട്ടുള്ള. ഓക്കെ, ആൻഡ് ഫ്രണ്ട്സ്, ഇനി GST ആണ് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ GST പറ്റിയിട്ട് സെപ്പറേറ്റ് ലെസൺ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. സീ യു നെക്സ്റ്റ് ടൈം.
Thank you, friends. Thank you.